ഈ മലബാർ ജില്ലകളിൽ നടക്കുന്ന ഈ പോളിംഗ് UDFന് അനുകൂലമായ തരംഗമുണ്ടാക്കുന്ന പോളിംഗാണ്. ഏറ്റവും ആത്മവിശ്വാസം കൂട്ടുന്ന പോളിംഗാണ്. നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിധി തന്നെയാണ്. ജനങ്ങൾ മടുത്തിരിക്കുന്നു, അതുപോലെ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതെല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമല്ല. കാരണം ഓരോ രംഗം എടുത്തു നോക്കിയാലും സമ്പൂർണ്ണ പരാജയമാണ്. ഇപ്പോൾ ഹെൽത്ത് സെക്ടർ എല്ലാവർക്കും അറിയാം. ആരോഗ്യരംഗം തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശുപത്രിയിൽ പോയ മരുന്നില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഓരോ രംഗവും തൊഴിലില്ലായ്മ രൂക്ഷമാണ്, വിലക്കയറ്റം അതിരൂക്ഷമാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുപോലെ തന്നെ ശബരിമല വിഷയം, അതും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. വിലക്കയറ്റം, ശബരിമല വിഷയം, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ തകർച്ച, ഇത്തരം സാധാരണക്കാരെ ബാധിക്കുന്ന, വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതാണ്. എവിടെ പോയാലും ഇപ്പോൾ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ കുടുംബയോഗങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എല്ലാം വരുന്ന ചർച്ച ഇതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വലിയൊരു വിഷയമാണ്. പക്ഷേ കണ്ണൂരിലെ പിണറായി മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ട് പറഞ്ഞത് ശബരിമല ഏശില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഏതായാലും കൗണ്ടിങ് കഴിഞ്ഞാൽ അറിയാമല്ലോ ഏശുമില്ലെന്ന്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ കോഴിക്കോട് ജില്ല പറയാം. കോഴിക്കോട് ജില്ലയിൽ UDFന്റെ രാഷ്ട്രീയമായി തിരിച്ചുവരവ് ഉണ്ടാക്കുന്ന ഇലക്ഷനാണത്. ഒരു സംശയം വേണ്ട. ജില്ലാ പഞ്ചായത്ത് എടുത്താലും, കോർപ്പറേഷൻ എടുത്താലും, ബ്ലോക്ക് പഞ്ചായത്ത് എടുത്താലും, ജില്ലയിൽ തന്നെ ഞാൻ പറയാം, കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് പഞ്ചായത്ത് ഭരണം കൂടുതൽ കിട്ടുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അതൊന്നും എവിടെ അതൊന്നും ഒരിക്കലും വേശിയിട്ടില്ല. അതുകൊണ്ട് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം UDFന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു വാക്ക്, കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂടുന്നത്, ഇനിയും രാഹുലിനെതിരെ പരാതി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത്. ഞങ്ങളത് പറഞ്ഞല്ലോ, APCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞല്ലോ, അത് നിയമത്തിന് വഴിയിൽ പോവുകയാണ്. പക്ഷെ വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന തരത്തിലാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ സംശയമുണ്ടോ പരാതിയിൽ, രണ്ടാമത്തെ പരാതി? അല്ല, പരാതികളെ സംബന്ധിച്ച് പ്രസിഡന്റ് തന്നെ DGPക്ക് അയച്ചു കൊടുത്ത പരാതി. അപ്പോൾ പോലീസ് ആ പരാതിയിലാണ് സംശയം KPCC അധ്യക്ഷൻ പറയുന്നത്. അല്ല, ആ പരാതി അന്വേഷിക്കേണ്ടത് പോലീസാണ് അതിലെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. അത് ആ കാര്യത്തിൽ വളരെ കൃത്യമായി പാർട്ടിക്ക് നിലപാടുണ്ട്. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ഈ രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് അത് ശക്തമായി നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഈ ഇലക്ഷനിൽ UDFനെ ബാധിക്കുന്ന വിഷയമില്ല. അത് സംശയം വേണ്ട.